ഹലോ! എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് സാധാരണ ഞാൻ ചെയ്യാറുള്ള വീഡിയോസിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഓൺലൈൻ ലീച്ചസ് പ്ലാറ്റ്ഫോമിൽ കളിച്ചൊരു ഗെയിമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഞാനൊരു ടൈറ്റിൽ പ്ലെയർ ഒന്നുമല്ല. ഗെയിംസിലെ മിസ്റ്റേക്കുകൾ തിരുത്തി ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പ്ലെയർ മാത്രമാണ്. ലീച്ചസിൽ ഇപ്പോഴത്തെ ബ്ലിറ്റ്സ് റേറ്റിംഗ് 1900 പ്ലസ് ആണ്. 1900 എന്തോ പ്ലസ് ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. 1906 ആണ്. അത് 2000 പ്ലസ് വരെ ബ്ലിറ്റ്സ് റേറ്റിംഗ് പോയതായിരുന്നു. അത് റാപ്പിഡിൽ 2100 പ്ലസ് വരെ, 2100 പ്ലസ് വരെ പോയിരുന്നു. പിന്നീട് അതങ്ങ് താഴേക്ക് പോയി. എന്തായാലും ഇപ്പൊ തിരിച്ച് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. 2000ത്തിലേക്ക് ഉള്ള ആ ശ്രമം ഞാൻ വിടുന്നില്ല. ഒരിക്കൽ നേടിയത് വീണ്ടും നേടാനാവുന്നുള്ള പ്രതീക്ഷയാണ്. എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഞാനിവിടെ വൈറ്റ് കളിക്കുവാണ്. ബ്ലാക്ക് കളിക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രോണിൻ ഓയ എന്ന് പറഞ്ഞ പ്ലെയർ ആണ്. നമുക്കൊന്ന് കളി കണ്ടു നോക്കിയാലോ. ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് നൈറ്റ് F3 വെച്ചിട്ടാണ്. എതിരാളി E6 കളിക്കുന്നു, C4 കളിക്കുന്നു, നൈറ്റ് F6, G3 കളിച്ചിന് ബിഷപ്പിനെ ഫിയൻജറ്റ് ചെയ്യാനാണ് എൻ്റെ ഉദ്ദേശം. ബ്ലാക്ക് D5 കളിക്കുന്നു. ഇവിടെ ഞാൻ D4 കളിച്ച് സെൻറ്ററിലേക്ക് ഇവിടെ സ്ട്രൈക്ക് ചെയ്യുകയാണ്. പോൺ B6 കളിച്ചിട്ട് ബിഷപ്പിനെ B7 കൊണ്ടുവരാനാണ് എതിരാളിയുടെ ഉദ്ദേശം. നൈറ്റ് C3, ബിഷപ്പ് B7 വരുന്നു. ഞാൻ ബിഷപ്പ് G2 വരുന്നു. ബിഷപ്പ് E7. അപ്പോൾ ബ്ലാക്ക് കാസിൽ ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഞാൻ B3 കളിച്ചു. ബിഷപ്പിനെ ഇവിടെ ഈ സൈഡിലോട്ട് കൊണ്ടുവരുന്നതിന് പകരം ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. എന്തായാലും ബ്ലാക്ക് കാസിൽ ചെയ്യുവാണ്. ഞാൻ ബിഷപ്പിനെ B2 കൊണ്ടുവരുന്നു. കാസിൽ ചെയ്യുന്നതിന് മുന്നേ ആദ്യം ബിഷപ്പിനെ B2 കൊണ്ടുവരികയാണ്. നൈറ്റ് D7 കളിക്കുന്നു. ഇനിയാണ് ഞാൻ കാസിൽ ചെയ്യുന്നത്. പോൺ C5 കളിച്ചിട്ട് സെൻറ്ററിലേക്ക് സ്ട്രൈക്ക് ചെയ്യുകയാണ് ബ്ലാക്ക്. ഇവിടെ പോൺ E3 കളിച്ചിട്ട് ആ ഒരു D4 പോണിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. പോൺ വെച്ച് പോണിന് വെട്ടുന്നു, പോൺ വെച്ച് പോണിന് വെട്ടുന്നു. ഇവിടെ നൈറ്റ് ഇവിടെ സെൻറ്ററിലോട്ട് കളിക്കുകയാണ്. നൈറ്റ് E4 കളിക്കുകയാണ്. ഇവിടെ ഞാൻ പോൺ D5 കളിച്ചിട്ട് ആ ബിഷപ്പിന്റെ ഡയഗണൽ അടച്ചു കളയുകയാണ്. ബ്ലാക്ക് എന്ത് ചെയ്യുന്നു? ആദ്യം നൈറ്റ് വെച്ച് നൈറ്റിനെ വെട്ടുന്നു. ഞാൻ ബിഷപ്പ് വെച്ച് തിരികെ വെട്ടുന്നു. ഇനി പോൺ വെച്ച് വെട്ടുന്നു, പോൺ വെച്ച് തിരികെ വെട്ടുന്നു. അപ്പോൾ ഇനി എൻ്റെ ഉദ്ദേശം ആ ബിഷപ്പിനെ ബ്ലോക്ക് ആക്കി നിർത്താന്നുള്ളതാണ്. ഇവിടെ ബ്ലാക്ക് ഇവിടെ ബിഷപ്പ് F6 കളിച്ചിട്ട് ആ ഒരു എൻ്റെ ഒരു പവർഫുൾ ആയിട്ടുള്ള ബിഷപ്പിനെ ട്രേഡ് ഓഫ് ചെയ്യാൻ നോക്കുകയാണ്. ഇവിടെ ഞാൻ ബിഷപ്പ് ടേക്സ് ബിഷപ്പ് എടുക്കുന്നില്ല. ഒരു പക്ഷേ ഇവിടെ നൈറ്റ് ക്വീനോ ആക്റ്റീവ് ആകുമല്ലോ. അതുകൊണ്ട് ഞാൻ റൂക്ക് C1 കളിക്കാൻ നോക്കി. ഇവിടെ എതിരാളി ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ വെട്ടി, ഞാൻ റൂക്ക് വെച്ച് വെട്ടി. ഇനി നൈറ്റ് F6 വന്നിട്ട് ഇപ്പം എൻ്റെ D5 പോണിലേക്ക് ഒരുപാട് അറ്റാക്കാണ്. ഞാൻ എന്താണ് ഇവിടെ കളിക്കണത്? ഞാൻ ജസ്റ്റ് റൂക്ക് D3 കളിക്കുകയാണ്. പക്ഷെ ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. ഞാൻ ഇവിടെ കണ്ടില്ല ആ ഒരു മിസ്റ്റേക്ക്. ഇങ്ങനെ ഒരു മൂവ് വരുമ്പോൾ ഈ റൂക്കും ഇവിടെ ഇങ്ങനെ ഇതുപോലത്തെ ഒരു അറ്റാക്കിലോട്ട് വരുന്നതാണ്. ബിഷപ്പ് A6 എന്നുള്ള നീക്കോടെ ഗെയിമിൽ അത് ഞാൻ കണ്ടില്ലായിരുന്നു. എന്തായാലും ക്വീൻ D6 കളിച്ചു. ക്വീൻ D6 കളിച്ചത് ഒരു പക്ഷേ എൻ്റെ ഇനിയുള്ള പോൺ അഡ്വാൻസ് തടയാൻ വേണ്ടിയിട്ടാണ്. ക്വീൻ D6 കളിക്കുന്നു. ഇനി എന്താണ് ചെയ്യുന്നത്? ഞാൻ കളിക്കുകയാണ് നൈറ്റ് G5 പോകുന്നു. ഇത് അത്ര ആക്യുറേറ്റ് ആയിട്ടുള്ള നീക്കം ആവണമെന്നില്ല. കാരണം ഒരു പക്ഷേ ജസ്റ്റ് H6 കളിച്ചൊക്കെ ഓടിച്ചു വിടാവുന്നത്. പക്ഷെ എൻ്റെ ഐഡിയ നൈറ്റിനെ ഇവിടെ സെൻറ്ററിലോട്ട് കൊണ്ടുവരാനാണ്. എങ്ങനെ വെട്ടിക്കഴിയുമ്പോൾ ബിഷപ്പിന് ഇവിടെ സെൻറ്ററിലോട്ട് വരാം. ഇതായിരുന്നു എൻ്റെ ഐഡിയ. ഇവിടെ എന്തായാലും H6 കളിച്ചില്ല ബ്ലാക്ക്. ഇവിടെ റൂക്ക് E8 കളിക്കുകയാണ്. ഇനി ക്വീൻ F3 വരുവാണ്. അപ്പോൾ എല്ലാ പീസുകളെയും ഞാൻ ജസ്റ്റ് ഒന്ന് കൊണ്ടുവരുവാണ്. ഇവിടെ ബ്ലാക്ക് കളിക്കുവാണ്. പോൺ H6 കളിക്കുവാണ്. ഈ നൈറ്റിനെ ഓടിച്ചു വിടാൻ നോക്കുവാണ്. ഞാൻ ജസ്റ്റ് നൈറ്റ് H3 പോകുന്നത്. കാരണം ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നൈറ്റ് വെച്ച് എടുക്കാമല്ലോ. അതുകൊണ്ട് നൈറ്റിനെ ഇവിടെ H3 പോയി. ഇവിടെ ബ്ലാക്ക് അടുത്ത റൂക്കിനെയും കൊണ്ട് കളിയിലേക്ക് കൊണ്ടുവന്ന എല്ലാ പീസുകളും ആക്ടിവേറ്റ് ചെയ്തു. ഇവിടെ ബ്ലാക്ക് ഇവിടെ ജസ്റ്റ് റൂക്കിനെയും കൂടെ ഇവിടെ കളിച്ചിട്ട് ഇപ്പൊ തൽക്കാലമുള്ള ഈ E4 സ്ക്വയറിലേക്ക് കൺട്രോൾ കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നൈറ്റ് എന്തായാലും സെൻറ്ററിലേക്ക് വരുന്നു. അപ്പോൾ ഇവിടെയാണ് ഈ ഗെയിമിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ്. ഇവിടെ ഒരു പൊസിഷനിൽ ഞാനിവിടെ കളിക്കുന്നത്, ഇവിടെ ഈ നൈറ്റിനെ ഇവിടെ റൂക്ക് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷെ ഞാൻ ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ലൈൻ കളിച്ചു നോക്കുവാണ്. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ കളിച്ചു നോക്കിയതാണ്. ക്വീൻ വെച്ചിട്ട് നൈറ്റിനെ എടുത്തു. അപ്പോൾ നോക്കുമ്പോൾ എന്താ, ക്വീൻ വെച്ച് നൈറ്റിനെ എടുത്തപ്പോൾ ഈ ക്വീൻ ഇവിടെ കംപ്ലീറ്റ്ലി ഫ്രീ അല്ലേ. ഇപ്പോൾ ഇനി വെട്ടി ഞാൻ ബിഷപ്പ് വെച്ച് റൂക്കിനെ വെട്ടി. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു ക്വീനിന് പകരം 2 പീസുകളാണ് എടുത്തത്. അപ്പോൾ 8 പോയിന്റ്സ് ആണ് എനിക്ക് തിരികെ കിട്ടിയത്. പക്ഷെ കോമ്പൻസേഷൻ ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയില്ല. പക്ഷെ ആകെ എനിക്ക് അറിയാവുന്ന കാര്യം, ഇവിടെ എൻ്റെ പീസുകൾ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് എനിക്ക് തോന്നി. ഈ റൂക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാം, നൈറ്റിനെ ഇവിടേക്ക് കൊണ്ടുവരാം. അപ്പോൾ എൻ്റെ പീസുകളെല്ലാം ആക്റ്റീവായിട്ട് എനിക്ക് തോന്നി. എന്തായാലും നമുക്ക് നോക്കാം.
ഇവിടെ എതിരാളി ക്വീനെ E5 കളിക്കുന്നു. അപ്പൊ എന്റെ ബിഷപ്പിലേക്ക് അറ്റാക്ക് ആണ്. ഞാൻ ജസ്റ്റ് ബിഷപ്പിനെ റിട്രീറ്റ് ചെയ്യുകയാണ്. ഇവിടെ റൂക്കിനെ D6 കൊണ്ടുവരികയാണ്. ഇവിടെ ഒരുപക്ഷെ എന്റെ കിങ് സൈഡിലേക്ക് കൊണ്ടുവരാനായിരിക്കാം ഇവിടെ ബ്ലാക്കിന്റെ ഉദ്ദേശം. ഇവിടെ ഞാൻ പോൺ F4 കളിച്ച് ക്വീനിനെ ഓടിച്ചുവിടാൻ നോക്കുവാണ്. ക്വീൻ ഇവിടേക്ക് മാറുന്നു. ഇവിടേക്ക് മാറിയതോടെ എനിക്ക് സഡൻലി കുറെ കൗണ്ടർ അറ്റാക്സ് കിട്ടുവാണ്. ഈ പോണുകളെ എനിക്ക് ഇനി വീണ്ടും പുഷ് ചെയ്യാവുന്നതാണ്. ഞാൻ പോണിനെ പുഷ് ചെയ്തു. ഇനിയിപ്പോൾ ക്വീൻ വീണ്ടും മൂവ് ചെയ്യണമല്ലോ. ക്വീൻ ഇവിടേക്ക് പോയി. ക്വീൻ D7 പോവാണ്. ഇനി ഞാൻ എന്താണ് ചെയ്തത്? ഞാൻ പോൺ F5 കളിച്ചിട്ട് എൻ്റെ പോണുകളെല്ലാം മാർച്ച് ചെയ്യുകയാണ്. ഇപ്പൊ കൂടുതൽ സ്പേസും ആക്ടിവിറ്റിയും എനിക്ക് കിട്ടുന്നതായിട്ട് കാണാം. ഇവിടെ ഇപ്പൊ നൈറ്റിന് ഇങ്ങോട്ടേക്ക് വരാം. അപ്പോൾ കൂടുതൽ ആക്ടിവിറ്റി എനിക്ക് ഈ ഒരു മൂവോടെ കിട്ടുവാണ്. പോൺ F5 F6 കളിക്കുവാണ്. ഇവിടെ കളിച്ചപ്പോൾ ആകെ ബ്ലാക്ക് ചെയ്തിട്ടുള്ള ഒരു വീക്ക്നെസ് ഈ ഒരു സ്ക്വയർ ഒരു ഹോള് പോലെ ആവുകയാണ്. എനിക്ക് എൻ്റെ നൈറ്റിനെ ഇവിടേക്ക് ഭാവിയിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഇവിടെ ബ്ലാക്ക് ഞാൻ ആദ്യം നൈറ്റ് F4 കളിച്ചിട്ട് ഇവിടെ E6 കൊണ്ടുവരാനുള്ള പ്ലാനുമായിട്ട് എന്തായാലും നേരത്തെ പറഞ്ഞ പ്ലാൻ പോലെ വന്നു. ബ്ലാക്ക് കളിക്കുവാണ്. ബിഷപ്പ് ഇവിടെ C8 കളിക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ ഇതെന്താണ് ഉദ്ദേശിച്ചെന്ന് വ്യക്തമാവുന്നില്ല. ഇവിടെ ഇപ്പോൾ ഒരുപക്ഷെ ഇവിടേക്കൊക്കെ കളിച്ചു വേണേൽ നോക്കാമായിരുന്നു. ഒരുപക്ഷെ ഈ ഒരു ഇതിലേക്ക് ഇവിടെ ബ്ലാക്ക് ടൈഡ് അപ്പ് ആണ്. ഇപ്പോൾ അധികം ഒന്നും മൂവ് ചെയ്യാനൊന്നുമില്ല. എന്തായാലും ബിഷപ്പ് C8 ആണ് കളിക്കുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൈറ്റിന് ഇവിടെ നല്ലൊരു ഔട്ട് പോസ്റ്റ് ഇവിടെ വെച്ചു, നല്ലൊരു പൊസിഷൻ വെച്ചു. ഇപ്പൊ 2 പോണുകൾ അതിനെ കാക്കുന്നുണ്ട്. ഇപ്പൊ നൈറ്റിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ക്വീനിനെ ഇവിടേക്ക് വന്നിട്ട് എൻ്റെ ഈ ഒരു പോണിനെ അറ്റാക്ക് ചെയ്യുകയാണ്. ഞാൻ ജസ്റ്റ് ഇനിയും പീസുകളെ കൊടുക്കാൻ അത്ര നല്ല ഐഡിയ ഇല്ല. അതുകൊണ്ട് പോൺ A3 കളിച്ചിട്ട് ആ ഒരു പോണിനെ ഡിഫെൻഡ് ചെയ്യാണ് ഞാൻ. ഇവിടെ ബിഷപ്പ് വെച്ച് നൈറ്റിനെ, എൻ്റെ ആ പവർഫുൾ ആയിട്ടുള്ള നൈറ്റിനെ ഒഴിവാക്കി. കാരണം നൈറ്റ് അവിടെ ഒരു പ്രശ്നക്കാരനാണല്ലോ. F പോൺ വെച്ച് വെട്ടി. മറ്റേ പോൺ വെച്ച് വെട്ടാൻ പറ്റില്ലല്ലോ, കാരണം റൂക്ക് പോകൂലോ. അതുകൊണ്ട് പോൺ വെച്ച് വെട്ടി. ഇവിടെ കിങ് അടുത്തേക്ക് വരികയാണ്. ഇവിടെ ഞാൻ കളിച്ചു പോൺ E5 കളിച്ചിട്ട് ആ റൂക്കിനെ ആ പോണിനെ അറ്റാക്ക് ചെയ്യുകയാണ്. പോൺ വെച്ച് വെട്ടി, റൂക്ക് വെച്ച് വെട്ടി. ഇപ്പൊ സഡൻലി എൻ്റെ 2 റൂക്കുകളും ആക്ടിവേറ്റ് ആവാൻ പോവാണ്. ആദ്യം ക്വീൻ ഇവിടെ C4 കളിച്ച് എൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുകയാണ്. പക്ഷെ ഞാൻ ആ റൂക്കിനെ അനക്കോ അത് വേറെ എന്തെങ്കിലും കളിച്ചത്? ഞാൻ കളിച്ചത് മറ്റേ റൂക്കിനെ അനക്കി റൂക്ക് F5 ചെക്കാണ് കളിച്ചത്. ഇവിടെ ബ്ലാക്ക് കിങ് ഇവിടേക്ക് പോയി, കിങ് E8 പോയി. ഞാൻ വെറുതെ റൂക്കുകളെ തമ്മിൽ ഡബിൾ ചെയ്തിട്ട് റൂക്ക് F8 ചെക്കൊക്കെ ത്രെട്ടൻ ചെയ്യാണ്. ഇവിടെ അവൻ കുറച്ച് ചെക്സ് ഒക്കെ കൊടുക്കാൻ നോക്കി, ചെക്കാണ്. ഞാൻ റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്തു. ക്വീൻ വെച്ച് ഒരിക്കൽ കൂടെ ചെക്ക് കൊടുക്കാൻ നോക്കി. കിങ് ജസ്റ്റ് മാറി നിന്നു. ഇവിടെ ഓൾമോസ്റ്റ് ഇപ്പൊ എന്നെ നല്ല പീസുകളെല്ലാം വളരെ ആക്റ്റീവാണ്. ഇവിടെ എതിരാളി കിങ്ങിനെ വെച്ച് ഓടി രക്ഷപ്പെടാൻ നോക്കി. പക്ഷെ ഇത് ഓൾറെഡി ഒരു ബ്ലണ്ടർ ആണ്. കാരണം എനിക്ക് ഇവിടെ ഒരു വിന്നിങ് പൊസിഷൻ കിട്ടുവാണ്. എങ്ങനെയാണ്? റൂക്ക് F8 ചെക്കാണ്. കിങ് ഇങ്ങോട്ട് വരുമ്പോൾ ദാ വീണ്ടും ഒരു ചെക്കാണ്. ഇനിയിപ്പോ എന്താ ചെയ്യാ? റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്യുമ്പോൾ ദാ ഒരു മനോഹരമായ ചെക്ക് മേറ്റ് ആണ്. അപ്പൊ ഈ ഗെയിം എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അപ്പൊ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണാം.